ഹലോ എവ്രി വൺ, വിക്ടേഴ്സ് ചാനലിൽ +1 പൊളിറ്റിക്കൽ സയൻസ് രണ്ടാമത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററായ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത്. അതിലാദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡെഫിനിഷൻസ് ആയിരുന്നു. 3 ഡെഫിനിഷൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും തന്നിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദ ലാൻഡ്, ഒരു രാജ്യത്തിൻ്റെ ബേസിക് നിയമങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എ ബോഡി ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ റിട്ടൺ ആസ് വെൽ ആസ് അൺറിട്ടൺ വേ ബൈ ദ ഗവൺമെൻറ് ഇസ് ഓർഗനൈസ്ഡ് ആൻഡ് ഫങ്ഷൻ. ഗവൺമെൻറ്റിൻ്റെ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഫങ്ഷനും അവർ പ്രവർത്തിക്കുന്ന രീതിയും അതുപോലെ തന്നെ അവരെങ്ങനെയാണ് ചൂസ് ചെയ്യപ്പെടുന്നത് എന്നതിനുള്ള രീതിയും എല്ലാം എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ എഴുതി വയ്ക്കാത്ത, ചിലപ്പോൾ റിട്ടൺ ആയിരിക്കാം, ചിലപ്പോൾ എല്ലാ നിയമങ്ങളും എഴുതി വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അൺറിട്ടൺ ആയിരിക്കും, ചില നിയമങ്ങൾ എഴുതി വയ്ക്കപ്പെടാത്ത ചില നിയമങ്ങളുണ്ടാവും, എന്നാലും അതവിടെ ഒരു സൊസൈറ്റിയിൽ പാലിക്കപ്പെടുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു കളക്ഷൻ ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഒരു കളക്ഷൻ ഓഫ് നിയമങ്ങൾ, അതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക എന്നാണ് രണ്ടാമത്തെ ഡെഫിനേഷനിൽ പഠിച്ചത്. മൂന്നാമത്തെ ഡെഫിനേഷൻ എ കളക്ഷൻ ഓഫ് പ്രിൻസിപ്പിൾ അക്കോർഡിംഗ് ടു വിച്ച് ദ പവേഴ്സ് ഓഫ് ദി ഗവൺമെൻറ്, ദ റൈറ്റ്സ് ഓഫ് ദി ഗവേൺഡ് ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു ആർ അഡ്ജസ്റ്റഡ്. കളക്ഷൻ ഓഫ് നിയമങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയമങ്ങളുടെ ഒരു കളക്ഷനാണ്. അതിൽ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ജനങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഈ ഗവൺമെൻറ്റും സിറ്റിസണും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം ഈ 3 കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് മൂന്നാമത്തെ ഡെഫിനേഷനിൽ പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ അധികാരം, സിറ്റിസൻ്റെ അവകാശം, ഈ സിറ്റിസണും ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഈ 3 കാര്യങ്ങളും എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള നിയമങ്ങളുടെ കളക്ഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ഡെഫിനേഷൻ. ഈ 3 ഡെഫിനേഷൻസും നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഡെഫിനേഷൻസ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്പോളജി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ 6 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഓരോ ഇവൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, ഓരോ സമയത്തിന് അതിനനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓരോ സമയത്തും അതിനനുയോജ്യമായിട്ടുള്ള നിയമങ്ങൾ ആഡ് ചെയ്ത് അതിനനുസരിച്ച് കൊണ്ടുവരുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഇവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൽ നമ്മൾക്ക് ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള നിയമങ്ങൾ ആഡ് ചെയ്യാൻ സാധിക്കും. അടുത്തത് എനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു സമയത്ത് എഴുതി പ്രസിദ്ധീകരിച്ചതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനകത്ത് നിയമങ്ങൾ അത്ര പെട്ടെന്ന് മാറ്റാനോ കൂട്ടി എഴുതാനോ സാധിക്കില്ല. പല പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്താൽ എനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു നിയമം മാറ്റാൻ സാധിക്കൂ. അപ്പോൾ എനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ US കോൺസ്റ്റിറ്റ്യൂഷനാണ് ഒരു എക്സാമ്പിളായിട്ട് ഉള്ളത്. അടുത്തത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതി വയ്ക്കപ്പെട്ട എല്ലാ നിയമങ്ങളും എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, എക്സാക്ട്ലി എഴുതിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഒരു US കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നാലാമത്തെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എല്ലാ നിയമങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വയ്ക്കപ്പെടാത്ത, ചില നിയമങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ പല നിയമങ്ങളും എഴുതി വയ്ക്കപ്പെടാത്ത കോൺസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അഞ്ചാമത്തെ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് എളുപ്പത്തിൽ നിയമങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റുകയോ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാൻ പറ്റുകയോ അത്ര എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് പറ്റില്ല. പല പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്ത് നമുക്ക് മാറ്റാൻ സാധിക്കുമെങ്കിലും, ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിലും, വലിയ ലൂപ്പ് ഹോൾസ് ഒന്നുമില്ലാത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു മാറ്റങ്ങളും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ആ രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അവസാനത്തെ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, എല്ലാ നിയമങ്ങളും എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോളോട് എഴുതി വെച്ച് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മാറ്റി എഴുതാൻ സാധിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ കാറ്റഗറിയിലാണ് പെടുന്നത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. എനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു കാലത്ത് പ്രസിദ്ധീകരിച്ച് അധികം ലൂപ്പ് ഹോൾസ് ഒന്നുമില്ലാത്ത ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അധികം മാറ്റാൻ സാധിക്കാത്ത, എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കാത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്,
എല്ലാ നിയമങ്ങളും എഴുതി വയ്ക്കപ്പെട്ട, നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹാൻഡ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ എഴുതി വയ്ക്കപ്പെട്ട എല്ലാ നിയമങ്ങളും കറക്റ്റായിട്ട് എഴുതി വയ്ക്കപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അവസാനത്തെ റിജിഡ് ആസ് വെൽ ആസ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. റിജിഡും ആണ്, അതായത് പെട്ടെന്ന് മാറ്റാൻ പറ്റാത്ത നിയമങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മുടെ മൗലിക അവകാശങ്ങൾ അത്ര പെട്ടെന്ന് നമുക്ക് ആർക്കും മാറ്റാൻ സാധിക്കില്ല. പക്ഷേ അതിലകത്ത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചില ലൂപ്പ് ഹോൾസ് ഉള്ള സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാൻ സാധിക്കുന്ന നിയമങ്ങളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡും ആണ്, അതേസമയം ഫ്ലെക്സിബിളും ആണ്. ഇനി നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ, കോൺസ്റ്റിറ്റ്യൂഷൻ അലൗഡ്സ് കോർഡിനേഷൻ ആൻഡ് അഷുറൻസ്. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ പരസ്പരം വിശ്വസിക്കുകയും അതുപോലെ തന്നെ ഒരു സമത്വം അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ, നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ എത്രയോ ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണുള്ളത്. പല ജാതിയിൽപ്പെട്ട, പല മതങ്ങളിൽപ്പെട്ട, പല ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജസിൽപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. അപ്പോൾ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ യൂണിറ്റി കൊണ്ടുവരിക, ഒരു കോർഡിനേഷൻ കൊണ്ടുവരിക, അതുപോലെ തന്നെ പരസ്പരം ഓരോ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു വിശ്വാസം കൊണ്ടുവരിക, ഇതൊക്കെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില ബേസിക് റൂൾസ് ഉണ്ട്. ഈ ബേസിക് റൂൾസ് കാരണം നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ പരസ്പരം വിശ്വസിക്കുകയും അതുപോലെ തന്നെ പരസ്പരം ഒരു കോർഡിനേഷനോട് കൂടി, ഒരു യൂണിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് പവർ. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം നമ്മുടെ സൊസൈറ്റിയിൽ ആർക്കാണുള്ളത് എന്ന് സ്പെസിഫൈ ചെയ്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗവൺമെൻറ്റിൽ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചറിന് നിയമം ഉണ്ടാക്കുന്നതിനാണ് പവറുള്ളത്. എക്സിക്യൂട്ടീവിന് നിയമം നടപ്പിലാക്കുക, ജുഡീഷ്യറിക്ക് നിയമങ്ങൾ ഈ രണ്ട് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും നിർമ്മിച്ച് നടപ്പിലാക്കിയ നിയമങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അത് നമ്മുടെ ഭരണഘടനയ്ക്ക് അനുയോജ്യമാണോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് ജുഡീഷ്യറിയുടെ ഫംഗ്ഷൻ. അപ്പോൾ നമുക്കറിയാം ഈ മൂന്നെണ്ണത്തിൻ്റെയും പവേഴ്സ് ബാലൻസ്ഡ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധികം പ്രോബ്ലംസും ഒന്നുമില്ലാതെ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് എല്ലാം നടന്നു പോകുന്നു. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഫംഗ്ഷൻ. കറക്റ്റായിട്ട് ആർക്കാണ് പവർ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അടുത്ത, ലിമിറ്റേഷൻ ഓൺ ദി പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിന് ഒരിക്കലും നമ്മുടെ മൗലിക അവകാശങ്ങളിലേക്ക് കൈകടത്താനുള്ള അവകാശം ഇല്ല. നമുക്കറിയാം ഏത് റിലീജിയനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്, നമ്മുടെ അവകാശമാണത്. ഗവൺമെൻറ്റിന് ഒരിക്കലും നിങ്ങൾ ഈ ഒരു റിലീജിയൻ ഫോളോ ചെയ്യണം എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പവേഴ്സിനെ റെസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം, റൂൾസ് എല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഫംഗ്ഷൻ. നാലാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആസ്പിറേഷൻ ആൻഡ് ഗോൾസ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിക്ക് ചില ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ചില ഗോൾസ് ഉണ്ട്. ചിലപ്പോൾ അത് പോവേർട്ടി നമ്മുടെ രാജ്യത്തു നിന്ന് തന്നെ തുടച്ച് നീക്കണമെന്നാവാം, എല്ലാ സിറ്റിസനും ഒരു വീട് വേണം എന്നായിരിക്കാം. അപ്പം അങ്ങനെയുള്ള എല്ലാ ഗോൾസും, അസമത്വം ഇല്ലാതാക്കണം എന്നുള്ളൊരു ഗോളാവാം. ഇങ്ങനത്തെയുള്ള ഗോൾസ് എല്ലാം നമ്മുടെ ഗവൺമെൻറ് നമുക്ക് ഫുൾഫിൽ ചെയ്ത് തരണം എന്ന രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ സാധിക്കും. അവസാനത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി ഓഫ് ദ പീപ്പിൾ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റി നമുക്കുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ രാജ്യത്ത് ജാതി, മതം എന്നീ രീതികളില്ലാതെ ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ഇപ്പോൾ ഈ 5 ഫങ്ഷൻസാണ് പ്രധാനമായിട്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷന് ഉള്ളത്. അതിപ്പോൾ നമ്മുടെ രാജ്യത്തല്ല, എല്ലാ രാജ്യത്തും ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട 5 ഫങ്ഷൻസ് ഇതൊക്കെയാണ്. ഇനി നമ്മൾ നമ്മുടെ അസൈൻമെൻറ്റിലേക്ക് കടക്കുകയാണ്. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ത്യൻ അതുപോലെ തന്നെ മറ്റ് പല കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ചില പ്രൊവിഷൻസ് തന്നിട്ടുണ്ട്. ആ പ്രൊവിഷൻസ് നമ്മൾ നേരത്തെ പഠിച്ച 5 ഫംഗ്ഷനിൽ ഏത് ഫംഗ്ഷൻ്റെ അടിയിലാണ് പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഇവിടെ കണ്ടത്.
അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് കനോട്ട് ഓർഡർ എനി സിറ്റിസൺ ടു ഫോളോ ഓർ നോട്ട് ഫോളോ എനി റിലീജിയൻ. ആ ഒരു റൈറ്റ് നമുക്കുള്ളതാണ്, ഫണ്ടമെൻ്റൽ റൈറ്റിൽ പെടുന്നതാണ് നമ്മൾ ഏത് റിലീജിയൻ ഫോളോ ചെയ്യണം എന്നുള്ളത്. അത് നമുക്ക് ഗവൺമെൻറ് ഒരിക്കലും അത് ഡിസൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു പ്രൊവിഷൻ വരുന്നത് ലിമിറ്റേഷൻസ് ഓൺ ദ പവർ ഓഫ് ഗവൺമെൻറ് എന്ന ഫംഗ്ഷൻ്റെ അടിയിലാണ്. അടുത്ത പ്രൊവിഷൻ എന്ന് പറയുന്നത് ദ ഗവൺമെൻറ് മസ്റ്റ് ട്രൈ ടു റെഡ്യൂസ് ഇൻഇക്വാലിറ്റീസ് ഇൻ ഇൻകം ആൻഡ് വെൽത്ത്. രാജ്യത്ത് വെൽത്തിലും അതുപോലെ തന്നെ ഇൻകമിലും ഒക്കെ ഉള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ഈ ഒരു പ്രൊവിഷൻ നമ്മൾ പറഞ്ഞത് ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് ദ സൊസൈറ്റിയിലുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ചായിരുന്നു. നമ്മൾ ആ ഒരു ഫംഗ്ഷൻ്റെ അടിയിലായിരുന്നു നമ്മൾ ഈ ഒരു പ്രൊവിഷൻ പഠിച്ചത്. അപ്പോൾ ആസ്പിറേഷൻസ് ആൻഡ് ദ ഗോൾ ഓഫ് ദ സൊസൈറ്റി എന്ന ഫംഗ്ഷനാണ് നിങ്ങൾ അവിടെ എഴുതി വെക്കേണ്ടത്. മൂന്നാമത്തെ ദ പ്രസിഡൻറ്റ് ഹാസ് ദ പവർ ടു അപ്പോയിൻറ്റ് ദ പ്രൈം മിനിസ്റ്റർ. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രസിഡൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പവറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊവിഷൻ വരുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് എന്ന ഒരു ഫംഗ്ഷൻ്റെ അടിയിലാണ്. നാലാമത്തെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ സുപ്രീം ലോ ദാറ്റ് എവ്രി വൺ ഹാസ് ടു ഒബേ. നമ്മുടെ രാജ്യത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിയമങ്ങൾ എല്ലാവരും പാലിക്കണം എന്ന ഒരു പ്രൊവിഷൻ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷുറൻസ്. നമ്മുടെ സൊസൈറ്റിയിൽ വരുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഒരു യൂണിറ്റി വേണം. ആ യൂണിറ്റിയും അതുപോലെ തന്നെ പരസ്പരമുള്ള വിശ്വാസവും നമുക്ക് തരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സുപ്രീം ലോ എല്ലാവരും ഫോളോ ചെയ്യുമ്പോഴാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷുറൻസ് എന്ന ഫംഗ്ഷൻ്റെ അടിയിലാണ് ഈ ഒരു പ്രൊവിഷൻ വരുന്നത്. അവസാനത്തെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇസ് നോട്ട് ലിമിറ്റഡ് ടു എനി റേസ്, കാസ്റ്റ് ഓർ റിലീജിയൻ. ഈ ഒരു പ്രൊവിഷൻ വരുന്നത് ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി ഓഫ് പീപ്പിൾ. നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഈ ഒരു ജാതിയിലുള്ളവർക്കോ ഈ ഒരു മതത്തിലുള്ളവർക്കോ മാത്രമായിട്ട് ലിമിറ്റഡ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് അല്ല. നമ്മുടെ ഇന്ത്യൻ എന്ന് പറഞ്ഞ ഒരു ഐഡൻറ്റിറ്റി ഇന്ത്യയിൽ ജനിച്ച് വളർന്ന എല്ലാവർക്കും കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ അടിയിലാണ് ഈ ഒരു പ്രൊവിഷൻ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് നോട്ട്സും അസൈൻമെൻറ്റ്സ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ring the notification bell. See you all in my next video. Thanks for watching. Bye bye.